തിരികെ വാർത്തകളിലേക്കാണ്. ചൈനീസ് വീഡിയോ ഷെയറിംഗ് പ്ലാറ്റ്ഫോമായ ടിക്ടോക്ക് ഇന്ത്യയിൽ തിരിച്ചെത്തുമെന്ന സൂചന. തിരിച്ചുവരവ് 5 വർഷത്തെ വിലക്കിന് ശേഷം. സുരക്ഷാ കാരണങ്ങൾ ഉന്നയിച്ച് കേന്ദ്ര സർക്കാർ നിരോധിച്ച ടിക്ടോക്കിന്റെ വെബ്സൈറ്റ് ഉപയോക്താക്കൾക്ക് ലഭ്യമായി തുടങ്ങി. ടിക്ടോക്ക് ആപ്പ് ഇതുവരെ പ്ലേ സ്റ്റോറിൽ ലഭ്യമായി തുടങ്ങിയിട്ടില്ല. വിവരങ്ങളുമായി കിലാഫ് അഹമ്മദ് ഉണ്ട്. കിലാഫ്, ടിക്ടോക്ക് ഉണ്ടാക്കിയ ഓളമൊന്നും ചെറുതല്ല. പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ മാഞ്ഞു പോവുകയായിരുന്നു ടിക്ടോക്ക്. ഇപ്പോഴത്തെ വീണ്ടും തിരിച്ചെത്തുന്നു ആണെന്നാണ് പറയുന്നത്. ഇന്ത്യ ചൈന ബന്ധം കൂടുതൽ ബലപ്പെട്ടു വരുന്നു എന്നതിനുള്ള സൂചന കൂടിയാണിത്. വിവരങ്ങൾ തീർച്ചയായും അഖില സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്ത്യയും ചൈനയുമായുള്ള ബന്ധം ഊഷ്മളമാകുന്നതിന്റെ ഒരു സൂചനയായിട്ടാണ് ഇപ്പോൾ ടിക്ടോക്കിന്റെ പ്രവർത്തനം ഇന്ത്യയിലേക്ക് എത്തുന്ന തരത്തിൽ സൂചന ലഭിക്കുന്നത്. ഇതിനെ അടിസ്ഥാനമായി പറയുന്നത് ടിക്ടോക്കിന്റെ വെബ്സൈറ്റ് ഇപ്പോൾ ഇന്ത്യയിൽ ലഭ്യമായി തുടങ്ങിയിട്ടുണ്ട്. ഇതിൽ നമ്മൾ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം, ഈ ഒരു അമേരിക്കയുമായുള്ള താരിഫ് ബന്ധം വഷളായതിനെ തുടർന്ന് ഇന്ത്യക്ക് മേൽ ചൈന ഒരു പിന്തുണ നൽകിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ ചൈനയുടെ പ്രതിനിധി ഇന്ത്യയിൽ എത്തുകയും ചെയ്തിരുന്നു. അതേപോലെ തന്നെ ഈ ഒരു അതായത് ചൈനയിലേക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സന്ദർശനത്തിന് പോകുന്നുമുണ്ട്. ഇതിന്റെയൊക്കെ അടിസ്ഥാനത്തിലും അതേപോലെ തന്നെ ബന്ധം ഒരു ഊഷ്മളമാകുന്ന ഒരു ബന്ധമാണ് ചൈനയും അതേപോലെ തന്നെ ഇന്ത്യയും ഇപ്പോൾ നിലനിൽക്കുന്നത്. ഇതിന്റെയൊക്കെ സൂചനയായിട്ടാണ് ഇപ്പോൾ ടിക്ടോക്ക് ഇന്ത്യയിൽ ലഭ്യമായി തുടങ്ങിയായിരുന്നു. നമുക്കറിയാം, ചൈനീസ് വീഡിയോ ഷെയറിംഗ് പ്ലാറ്റ്ഫോമായ ടിക്ടോക്ക് 2020 ജൂണിലായിരുന്നു സുരക്ഷാ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടി വിലക്ക് ഏർപ്പെടുത്തിയത്. ടിക്ടോക്ക് കൂടാതെ 59 ആപ്പുകൾക്കും വിലക്ക് ഏർപ്പെടുത്തിയിരുന്നു. ഇതേ തുടർന്ന് എന്നാലും ഇപ്പോൾ തന്നെ നമുക്ക് പ്ലേ സ്റ്റോറിലും അതേപോലെ തന്നെ ആപ്പ് സ്റ്റോറിലും ഒന്നും ടിക്ടോക്കിന്റെ ആപ്ലിക്കേഷനുകൾ, അതായത് ആപ്പ് ഇപ്പോൾ ലഭ്യമല്ല. എന്നിരുന്നാലും ഇത് ഉടൻ തന്നെ ഇന്ത്യയിൽ ഈ ഒരു ആപ്ലിക്കേഷനും അതേപോലെ തന്നെ ആപ്പ് സ്റ്റോറിലും ഈ ആപ്ലിക്കേഷൻ ലഭ്യമാകുമെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. കൂടാതെ ഇതിൽ നമ്മൾ എടുത്തു പറയേണ്ടത്, കേരളത്തിൽ ഉൾപ്പെടെ നിരവധി ആളുകൾ ഉപയോഗിച്ചിരുന്ന ഒരു ടിക്ടോക്ക് ആയിരുന്നു വീഡിയോ ഷെയറിംഗ് പ്ലാറ്റ്ഫോമായി ഉപയോഗിച്ചിരുന്നത്. പിന്നീട് ഇതൊരു ജൂൺ അതായത് 5 വർഷം മുമ്പ് 2020 ജൂണിലായിരുന്നു ഇതിന് ഒരു വിലക്ക് ഏർപ്പെടുത്തിയിരുന്നത്. അഖില, ഇന്ത്യ ചൈന ബന്ധം കൂടുതൽ ഊഷ്മളമാകുന്നു, ഒപ്പം ടിക്ടോക്കും മടങ്ങി വരുന്നു എന്ന സൂചനയാണ് ലഭിക്കുന്നത്. കിലാഫ് അഹമ്മദാണ് വിവരങ്ങൾ നൽകിയത്.